ഈ ഡൽഹി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വലിയൊരു രീതിയിലുള്ളൊരു വിവാദം ഒക്കെ ഉന്നയിച്ചിരുന്നു ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട്. രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്തും ഈ പ്രതിഷേധം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഡൽഹിയിലെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയിൽ സംസ്ഥാനത്തുടനീളം പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരാണ് പ്രതിഷേധ മാർച്ചുമായി രംഗത്തെത്തിയത്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. അശ്വതി, രാജ്യതലസ്ഥാനത്ത് മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധമാണ് അരങ്ങേറിയത് അല്ലേ? ഗോപിക, തീർച്ചയായിട്ടും ഇന്നലെ വൈകുന്നേരം കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് പലതും സംഘർഷങ്ങളിൽ കലാശിച്ചു എന്നതാണ്. ഇന്നും ഇത്തരത്തിലുള്ള സമാനമായ പ്രതിഷേധങ്ങൾ തുടരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്നലെ തിരുവനന്തപുരത്തെ ലോക് ഭവനിലേക്ക് KPCC നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. തിരുവനന്തപുരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പ്രതിഷേധ മാർച്ച് നടന്നത്. അത് പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയും പോലീസുമായിട്ട് ചെറിയ രീതിയിൽ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥിതിയുണ്ടായി. കോഴിക്കോടും യൂത്ത് കോൺഗ്രസ് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. വലിയ പ്രതിഷേധമാണ് കോഴിക്കോടടക്കം ഉണ്ടായിരുന്നത്. മാവൂർ റോഡിൽ കുത്തിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും KSU പ്രവർത്തകരും പ്രതിഷേധിച്ചു. ഇവിടെ ഗതാഗത കുരുക്കുമുണ്ടായിട്ടുണ്ട്. പോലീസുമായിട്ട് ചെറിയ രീതിയിലുള്ള ഒരു സംഘർഷവും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കൊച്ചിയിലെ ഇന്നലെ K ബാബുവിന്റെ ഒക്കെ നേതൃത്വത്തിൽ ആണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായത്. അതും ചെറിയ രീതിയിൽ പോലീസുമായിട്ട് ഉന്തും തള്ളും ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് പോയി. പുലർച്ചെയും പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പലയിടത്തും പ്രതിഷേധ പ്രകടനങ്ങൾ മറ്റും സംഘടിപ്പിക്കുന്നുണ്ട്. എറണാകുളം ജില്ലയിൽ അങ്കമാലിയിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധ പ്രകടനം ഇന്ന് ഉണ്ടാകും. അങ്ങനെ പലയിടങ്ങളിലും ഡൽഹിയിൽ നടക്കുന്ന അതേ ആ ഒരു പ്രതിഷേധത്തിന്റെ മറ്റൊരു ഭാഗമാണ് കേരളത്തിൽ ഉടനീളം ഉണ്ടാകുന്നത്. അവിടെ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കുമെതിരെ ഉണ്ടായ പോലീസ് നടപടിയിലും മറ്റും പ്രതിഷേധിച്ച്, അതുപോലെ തന്നെ AYFന്റെ പ്രതിഷേധവും ഇന്നലെ പലയിടങ്ങളിലും കണ്ടു. അവിടെ ധർമ്മേന്ദ്ര പ്രധാന്റെ കോലം കത്തിച്ചുകൊണ്ടായിരുന്നു അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. കൊച്ചിയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം, അവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ രീതിയിൽ ഉന്തും തള്ളുമുണ്ടായി. കണ്ണൂരും കായംകുളത്തും ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധം, ഇത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. അതുകൊണ്ട് കണ്ണൂരിലും കായംകുളത്തുമൊക്കെ ട്രെയിൻ തടഞ്ഞുള്ള പ്രതിഷേധമായിരുന്നു ഉണ്ടായിരുന്നത്. വയനാട് കൽപ്പറ്റയിൽ അടക്കം അവിടെയും സമാനമായ രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം. ഈ റെയിൽവേ സ്റ്റേഷനുകളിലേക്കും മറ്റുമാണ്. ഇത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായതുകൊണ്ട് തന്നെ കേന്ദ്ര സ്ഥാപനങ്ങളിലേക്കാണ് പ്രധാനമായിട്ടുള്ള പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നത്. ഇന്ന് മറ്റ് പ്രതിഷേധങ്ങൾ വലിയ രീതിയിലുള്ള ഒരു സംസ്ഥാന വ്യാപകമായിട്ടുള്ള മറ്റ് പ്രതിഷേധങ്ങൾ, വലിയ പ്രതിഷേധങ്ങളൊക്കെ നിലവിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തുമുണ്ട്. എന്തായാലും ഡൽഹിയിൽ നടക്കുന്ന അതേ ആ സമരങ്ങളുടെയൊക്കെ അലയൊലികൾ കേരളത്തിൽ വളരെ പ്രകടമായിട്ട് കാണാൻ സാധിക്കുന്നു. വരും ദിവസങ്ങളിലും അതും ഇന്നും സമാനമായ രീതിയിലുള്ള പല പ്രതിഷേധങ്ങളും ഉണ്ടാകും. മാത്രമല്ല, ഡൽഹിയിൽ എന്താണോ തീരുമാനം, എങ്ങനെയാണോ കേന്ദ്ര സർക്കാർ ഇതിനോട് നിലപാട് സ്വീകരിക്കുന്നത്, അതിനനുസരിച്ച് കേരളത്തിൽ വലിയ രീതിയിലുള്ള സമരങ്ങളിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും ഇന്നും മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളാണ് ഇന്ന് നിലവിൽ ഇതുവരെ പറഞ്ഞിരിക്കുന്നത്.